ബിനിൽ, റിപ്പോർട്ടർ ആർമി റെഡിയല്ലേ? തീർച്ചയായും നമ്മുടെ ആർമിയാണ് നമ്മുടെ കരുത്ത്. മറ്റൊരു ചാനലിനും വാർത്താ ചാനലിനും നൽകാനാവാത്ത വിധത്തിലുള്ള സമഗ്രമായ കവറേജാണ് റിപ്പോർട്ടർ ഈ ദിവസം പ്രേക്ഷകരിലേക്ക് നൽകുന്നത്. 20 മണ്ഡലങ്ങളിൽ നിന്നും നമ്മുടെ പോളിംഗ് ബൂത്തിൽ നിന്നും അപ്പോൾ വിവരങ്ങൾ അതാണ് ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സുണ്ട്, ഞങ്ങളുടെ ആർമിയിലുള്ളവരുണ്ട്. അങ്ങനെ ടീം സജ്ജമാണ്. തിരുവനന്തപുരത്ത് അല്ലമീനുണ്ട്, TV പ്രസാദ് ഉണ്ട്, ആറ്റിങ്ങലിൽ ആദിൽ പാലോടുണ്ട്, കൊല്ലത്ത് ദിലീപ് ദേവസ്യ, പത്തനംതിട്ടയിൽ പ്രവീൺ പുരുഷോത്തമൻ, മാവേലിക്കരയിൽ R റോഷിപാൽ, ആലപ്പുഴയിൽ R ശ്രീജിത്ത്, കോട്ടയത്ത് PR പ്രവീണ, ഇടുക്കിയിൽ സന്ദീപ് രാജാക്കാട്, എറണാകുളത്തെ ലേബി സജീന്ദ്രനും അലി അക്ബർ ഷായും, അർജുൻ മട്ടന്നൂരുണ്ട്, ചാലക്കുടിയിൽ ജെയ്സൺ ചാമവളപ്പിൽ, തൃശൂരിൽ നിന്നും ആലത്തൂരിൽ ദീപക് മലയമ്മ, പാലക്കാട് ഇക്ബാൽ അറക്കൽ, പൊന്നാനിയിൽ മുബഷീർ P അക്ബർ, മലപ്പുറത്ത് അഷ്കർ അലി കരിമ്പ, കോഴിക്കോട് സാനിയോ മനോമി, വടകരയിൽ PS രഞ്ജിത്ത് ഉണ്ട്, അർജുൻ കല്യാട് കണ്ണൂരിൽ, ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വയനാട്ടിൽ VVIP മത്സരം നടക്കുന്ന വയനാട്ടിൽ നിന്ന് ദീപക് മോഹൻ, അർജുൻ ഹേമ കാസർകോട്ട് നിന്ന്. ഒപ്പം ഞങ്ങളുടെ മറ്റു റിപ്പോർട്ടേഴ്സും തയ്യാറായി വരുന്നു. ഓരോ പൾസും ഈ റിപ്പോർട്ടർമാർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ രാവിലെ 5 മണിക്ക് നമുക്ക് അവൈലബിൾ ആയ റിപ്പോർട്ടർമാരാണ്. നമ്മുടെ റിപ്പോർട്ടർ ആർമി എന്ന് പറയുന്നത് വലിയ ഒരു സംരംഭമാണ്. നിരവധി ആളുകളുള്ള ജനങ്ങളുടെ ഉൾപ്പെടെ വിവരങ്ങൾ എടുത്തിട്ടുള്ള സമഗ്രമായ ഒരു വാർത്താ ശൃംഖലയാണ് റിപ്പോർട്ടറിനുള്ളത്. ഈ റിപ്പോർട്ടർമാരിലൂടെ ആർമി ജനങ്ങളിലേക്ക് പ്രേക്ഷകർ എത്തിക്കുകയാണ്. അതെ, ആദ്യം നമുക്ക് ആരിലേക്കാണ് പോകാനാവുക എന്ന് നോക്കാം. TV പ്രസാദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. പ്രസാദ്, ഇനി 2 മണിക്കൂർ മാത്രമാണുള്ളത്. എല്ലാം സജ്ജമായി കഴിഞ്ഞു, പോളിംഗ് ബൂത്തുകളെല്ലാം സജ്ജമാണ്. എന്താണ് തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ കാഴ്ചകൾ? സ്ഥാനാർത്ഥികൾ എല്ലാവരും എപ്പോഴാണ് വോട്ട് ചെയ്യുക? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? എല്ലാ സംവിധാനങ്ങളും തയ്യാറായി കഴിഞ്ഞു. തിരുവനന്തപുരത്ത് വീറുറ്റ മത്സരങ്ങൾ നടക്കുന്ന 2 മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. കൊല്ലത്തും ഒട്ടും മോശമല്ല, കടുത്ത മത്സരം തന്നെയാണ്. പത്തനംതിട്ടയിലാണെങ്കിൽ 3 പേരും പ്രഗത്ഭരാണ്, 3 പേരും ജയിക്കുമെന്ന് അവസാന നിമിഷം വരെ പറയുന്നു. മാവേലിക്കരയിൽ കൊടിക്കുന്നിലിനെ താഴെയിറക്കാൻ അരുൺകുമാറിന് കഴിയുമോ? അങ്ങനെ ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ തന്നെയാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലുമുള്ളത്. എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു. അത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലാണെങ്കിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിലും പ്രവർത്തകരുടെ കാര്യത്തിലാണെങ്കിലും ഇനി ഒന്നും ചെയ്തു തീർക്കാനില്ല എന്നുള്ളതാണ്. അവരവരുടേതായ വോട്ടുകൾ പരമാവധി രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുക എന്ന കർത്തവ്യമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള പ്രചരണങ്ങളാണ് 3 മുന്നണികളും നടത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്താണെങ്കിൽ ഒരു സ്റ്റാർ പോരാട്ടം എന്ന് തന്നെ പറയാം. നിലവിലെ MP ശശി തരൂർ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് അവസാന നിമിഷവും ഉള്ളത്. അതുപോലെ ഇവിടുത്തെ കേന്ദ്ര സഹമന്ത്രിയും NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറും അതേ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് MP-ആയി ജയിച്ചു വന്ന പന്ന്യൻ രവീന്ദ്രൻ്റെയും ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. ചുരുക്കത്തിൽ 3 പേരും നല്ല ആത്മവിശ്വാസത്തിൽ തുടരുന്ന അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് എല്ലാവർക്കും അറിയാം. ആറ്റിങ്ങലിലേക്ക് വന്നാലും സ്ഥിതി മറിച്ചല്ല. ആറ്റിങ്ങലിൽ നിലവിലെ MP അടൂർ പ്രകാശ്, CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറിയും വർക്കല MLA-യുമായ V ജോയ് മത്സരിക്കുന്നു. അതിൻ്റെ എതിരായിട്ട് അവിടെയുള്ളത് കേന്ദ്ര സഹമന്ത്രി വിദേശകാര്യ സഹമന്ത്രിയായ NDA സ്ഥാനാർത്ഥിയായി V മുരളീധരനാണ്. ആറ്റിങ്ങലിലും മത്സരം പൊടിപാറും എന്ന കാര്യം ഉറപ്പാണ്. അതുപോലെ കൊല്ലത്തും പത്തനംതിട്ടയിലും മാവേലിക്കരയിലും ഇതുതന്നെയാണ് അവസ്ഥ. ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും യഥാർത്ഥത്തിൽ ആര് വിജയിക്കും എന്ന് പറയാൻ. അതല്ലാതെ ഒരു കണക്ക് കൂട്ടലുകളും കൃത്യമായി നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് അത്രയേറെ സമ്പന്നമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം. അത് കൊട്ടിക്കലാശമായാലും ശരി, വാഹന പര്യടനമായാലും ശരി, എല്ലാ രംഗത്തും എല്ലാ മുന്നണികളും മത്സരിച്ച് ഒന്നിനൊന്ന് മുന്നോട്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യ ഘട്ടത്തിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾ പറഞ്ഞത് തങ്ങൾ ഒരു തരത്തിലുള്ള വിവാദങ്ങളിലേക്കുമില്ല, നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു പോകും, എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒന്നും നമ്മൾ പറയില്ല എന്നാണ് ഇവിടെ പന്ന്യനായാലും രാജീവ് ചന്ദ്രശേഖരായാലും അതുപോലെ ശശി തരൂരായാലും പറഞ്ഞു തുടങ്ങിയതെങ്കിൽ പക്ഷെ പിന്നീട് കൈവിട്ടു പോകുന്ന സ്ഥിതിയായി. ഏറ്റവും അവസാനം കേസ് വരെ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. അടൂർ പ്രകാശും V ജോയിയും തുടക്കത്തിൽ തന്നെ കൊണ്ടും കൊടുത്തുമായിരുന്നു ഇവിടെ ആറ്റിങ്ങലിൽ മുന്നേറിയത്. അതുപോലെ ഈ തെക്കൻ മണ്ഡലങ്ങളിലെല്ലാം
ഇതുപോലെ അതിശക്തമായ പോരാട്ടമാണ്. ഇന്നാണ് ഏറ്റവും പ്രധാനം. അവരുടെ മുന്നണികളുടെ വോട്ടുകൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഏറെ നിർണായകം. അവർക്ക് കിട്ടും എന്ന് ഉറപ്പുള്ള വോട്ടുകൾ എത്രത്തോളം ബൂത്തിലെത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് വിജയത്തെ നിർണയിക്കുകയും ചെയ്യുന്നത്. വിനീത, ശരിയാണ്. ഓരോ വോട്ടും നിർണായകമാണ്. ഓരോ വോട്ടും എത്തിക്കുക എന്നത് തന്നെയാണ് സ്ഥാനാർത്ഥികളെയും മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ പല വിഷയങ്ങൾ ചർച്ചയായി. സിദ്ധാർത്ഥന്റെ മരണമായാലും പെൻഷൻ വിഷയമാണെങ്കിലും അങ്ങനെ പല വിഷയങ്ങൾ ചർച്ചയായി. ഏറ്റവും അവസാനം എത്തിയപ്പോഴേക്കും മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയും നേർക്കുനേർ നിന്ന് പോരാടുന്നത് അപൂർവമായിരുന്നു. കാരണം മുൻപ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒന്നും ഒരിക്കലും മുഖ്യമന്ത്രിയോ രാഹുൽ ഗാന്ധിയോ വ്യക്തിപരമായ ഈ രീതിയിൽ കടന്നാക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സഖ്യമായി നിന്ന് മത്സരിക്കാതിരിക്കുന്ന സമയത്ത് പോലും വ്യക്തിപരമായി ആക്രമിക്കാൻ അവർ തയ്യാറായില്ല. അപ്പോഴാണ് ഒരു മുന്നണി സംവിധാനത്തിലേക്ക് കേരളത്തിൽ ഇല്ലെങ്കിൽ പോലും ദേശീയ തലത്തിൽ ഉള്ളപ്പോൾ തന്നെ അവർ പരസ്പരം കടന്നാക്രമിച്ചത് എന്നത് പ്രധാനപ്പെട്ടതാണ്. ആദിൽ